പ്രോസിക്യൂഷൻ 302 പ്രൂവ് ചെയ്യാൻ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഓവറോൾ ജഡ്ജ്മെൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജഡ്ജ്മെൻറ്റിൽ സുപ്രീം കോടതി 376 ബലാത്സംഗത്തിൽ ഇടപെടാൻ, അതിനുള്ള വിധിയിൽ ഇടപെടാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് അപ്പീൽ ഈസ് പാർട്ട്ലി അലൗഡ്, 302 ഈ സെറ്റ് അസൈഡ്, ഡെത്ത് പെനാൽറ്റി സെറ്റ് അസൈഡ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് വിധിന്യായത്തിൽ. പക്ഷേ ഇനി എന്തൊക്കെ സാങ്കേതികമായി താങ്കൾ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും 7 വർഷം എന്ന ശിക്ഷയല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്, ജീവപര്യന്തം എന്ന് തന്നെയാണ്. നേരത്തെ 7 വർഷം എന്ന് പറയുമ്പോൾ നാട് ഒട്ടുക്കെ നടുങ്ങിയിരുന്നു. കാരണം ഒരു കഷ്ടി 1.5 വർഷം കഴിഞ്ഞാൽ ഈ ഗോവിന്ദച്ചാമിക്ക് പുറത്തേക്ക് ഇറങ്ങാം. ആ സാഹചര്യം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അതൊരു തിരിച്ചടിയല്ലേ? വിധിന്യായം എനിക്ക് ഇപ്പോഴാണ് നിങ്ങളുടെ മാതൃഭൂമി ന്യൂസിൽ എത്തിയപ്പോഴാണ് എൻ്റെ കയ്യിലെത്തുന്നത്. ഞാൻ വിധിന്യായം പൂർണ്ണമായി വായിച്ചു നോക്കി. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം കീഴ്ക്കോടതിയുടെ ഉത്തരവിൽ ഇടപെടാൻ തയ്യാറല്ല. സെക്ഷൻ 376, 397, 94, 447 അതിൽ ശിക്ഷ എന്താണ് കൊടുത്തിരിക്കുന്നത്? അത് ജീവപര്യന്തവും 1 വർഷവും. ആ ശിക്ഷ ഇടപെടാൻ തയ്യാറല്ല. അത്തരം സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ വിധി സെക്ഷൻ 302 കുറിച്ചാണ് പറഞ്ഞത്. അതിൽ സെക്ഷൻ 302 ഹാസ് ബീൻ ചേഞ്ച് ആൻഡ് ആൾട്ടേർഡ് അപ് ടു 325. അതിനുള്ള വിധിയാണ് കോടതിയിൽ പ്രഖ്യാപിച്ചത്. ശരി, ഞാൻ താങ്കളിലേക്ക് ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷേർലി വാസു, മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സുരേശൻ എന്നിവരും ഈ ചർച്ചയിൽ പങ്കുചേരുകയാണ്. അവർ ഇരുവരും ടെലിഫോൺ ലൈനിലുണ്ട്. ആദ്യം അഡ്വക്കേറ്റ് സുരേശൻ, ജീവപര്യന്തം ശിക്ഷ എന്ന ഹൈക്കോടതി ശരിവെച്ച വിധിയിൽ ഇടപെടുന്നില്ല സുപ്രീം കോടതി, വലിയ ആശ്വാസമാണ്. എന്ന് വെച്ചാൽ സുപ്രീം കോടതിക്ക് ഈ വിഷയത്തിലൊരു തുറന്ന മനസ്സായിരുന്നു. സാങ്കേതികത്വങ്ങളിലേക്ക് മാത്രമായി പോയ ചേതനയേറ്റ ഒരു വിധി പ്രസ്താവമായിരുന്നില്ല സുപ്രീം കോടതി നടത്തിയത് എന്ന് വ്യക്തമാണ്. പക്ഷേ നരഹത്യ എന്നത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് സുപ്രീം കോടതിയുടെ കുറ്റമല്ല, സുപ്രീം കോടതിയുടെ നീതിബോധത്തിലുള്ള പരിമിതിയല്ല. അങ്ങനെ വരുമ്പോൾ കുറ്റകരമായ ഒരു അനാസ്ഥ ഉണ്ടായിരിക്കുന്നു എന്നത് വ്യക്തമല്ലേ? തീർച്ചയായിട്ടും അത് ശരിയായിട്ടുള്ള ഒരു നിഗമനമല്ല. സാഹചര്യ തെളിവുകളുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ പ്രോസിക്യൂഷൻ കളക്ട് ചെയ്തിട്ടുള്ള തെളിവുകൾ, കോടതിയിൽ ഇതിന്റെ നടപടിക്രമങ്ങൾ, സാക്ഷിമൊഴികൾ, ശാസ്ത്രീയമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള തെളിവുകൾ, DNA റിപ്പോർട്ടുകൾ, ഇതെല്ലാം തന്നെ നമുക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടും ഫോറൻസിക്കിന്റെ റിപ്പോർട്ട്, ഈ കുട്ടിക്ക് പോസ്റ്റ്മോർട്ടം നടത്തി കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്, ഹെഡ് ഇഞ്ചുറി തുടങ്ങിയ കാര്യങ്ങൾ, ഇത് മരണകാരണമായേക്കാവുന്ന ഒരു ഇഞ്ചുറിയും, ഹെഡ് ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത്രമാത്രം മാരകമായി വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ആ കുട്ടി ജീവിച്ചിരുന്നെങ്കിൽ വർഷങ്ങളോളം ആ കുട്ടി കിടന്ന് മരിക്കേണ്ട ഗതികേടിൽ എത്തേണ്ട ഒരു പരിക്കായിരുന്നു ആ കുട്ടിക്ക് ലഭിച്ചത്. മാത്രമല്ല തൃശൂർ മെഡിക്കൽ കോളേജിൽ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഇൻഫെക്റ്റഡ് ആയി, എല്ലാ അവയവങ്ങളും നിശ്ചലമായിട്ടാണ് ആ പെൺകുട്ടി ദാരുണമായി മരണപ്പെട്ടത്. എനിക്ക് തോന്നുന്നു അതിന്റെ ഫോറൻസിക് റിപ്പോർട്ടും ഇതിന്റെ മെഡിക്കൽ റിപ്പോർട്ടുകളും സുപ്രീം കോടതി പരിഗണിച്ച് കാണാൻ വഴിയില്ല എന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന്റെ മെഡിക്കൽ റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് അന്ന് സൂക്ഷിച്ചിരുന്നത് നമ്മുടെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു, കേസ് ഷീറ്റ് ഹാജരാക്കിയിരുന്നു. ഈ കുട്ടിയുടെ പരമാവധി അവിടുത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരടക്കം പറഞ്ഞു രക്ഷിക്കാവുന്ന പരമാവധി നോക്കി ആ കുട്ടി രക്ഷപ്പെട്ടിരുന്നെങ്കിൽ വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ആ കുട്ടി വർഷങ്ങളോളം കെടുക്കുമായിരുന്നു. അത്രമാത്രം മാരകവും ക്രൂരവുമായിരുന്നു ബലാത്സംഗവും അതിനൊപ്പം തന്നെ ആ കുട്ടിക്ക് ഏറ്റിട്ടുള്ള പരിക്കും. പക്ഷേ അഡ്വക്കേറ്റ് സുരേശൻ, ഈ പുറത്തു വരുന്ന വിധിപ്പകർപ്പിലെ ചില വിവരങ്ങളായി ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാൾക്ക് സൗമ്യയെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശമില്ലായിരുന്നു. അതുകൊണ്ടാണ് വളരെ ദാരുണമായ തരത്തിൽ പരുക്കേറ്റുവെങ്കിലും 5 ദിവസത്തോളം ജീവൻ നിലനിർത്താൻ കഴിഞ്ഞത്. അപ്പോൾ പ്രതിക്ക് അത്തരമൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല, കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഈ വിധി പ്രസ്താവത്തിൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ബലാത്സംഗം മാത്രമായിരുന്നുവെങ്കിൽ അത് ട്രെയിനിൽ തന്നെ വെച്ച് നടത്താമായിരുന്നല്ലോ. ആ ട്രെയിനിൽ തന്നെ ഇത്രമാത്രം ആ കുട്ടിയെ ക്രൂരമായി കൈയേറ്റം ചെയ്യുകയും അതിലൊരു പിഴവുള്ളത് അഡ്വക്കേറ്റ് സുരേശൻ, താങ്കൾക്ക് തന്നെ അറിയുന്നത് പോലെ ഈ പാസഞ്ചർ ട്രെയിൻ അതിൻ്റെ യാത്ര അവസാനിപ്പിക്കുന്ന ഷൊർണൂരിലേക്ക് എത്തുകയായിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റേഷനിലേക്കാണ് അടുക്കുന്നത്. അതിനേക്കാൾ സുരക്ഷിതമായൊരു സ്ഥലം എന്തായാലും ഗോവിന്ദച്ചാമി കണ്ടെത്തി. അപ്പോൾ
ഈ ട്രെയിനിൽ വെച്ച് സുരക്ഷിതമായി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് തന്നെ ഇതൊക്കെ നിർവഹിക്കാമായിരുന്നു എന്ന, അങ്ങനെ കുറെ കൂടെ പ്രായോഗികമായി ചിന്തിക്കാമായിരുന്നില്ലേ എന്ന് ഗോവിന്ദച്ചാമി ആലോചിക്കേണ്ടേ എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അതല്ല, ഈ കുറ്റകൃത്യത്തിന്റെ ആഴവും വ്യാപ്തിയും അത് നമ്മുടെ സമൂഹ മനസാക്ഷിയിൽ ഉണ്ടാക്കിയ ഭീതിയും നമ്മുടെ സ്ത്രീ ജനങ്ങളുടെ ഒക്കെ ഉണ്ടാക്കിയ പൊതുവെയുള്ള അരക്ഷിതാവസ്ഥയൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം. ധനഞ്ജയ് ചാറ്റർജിയുടെ കേസ് അടക്കമുള്ള സുപ്രീം കോടതിയിലുള്ള കേസുകൾ മുഴുവൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റയറസ്റ്റ് ഓഫ് റയർ കേസ് കൊടുക്കേണ്ട കേസുകളിൽ പ്രധാനമായിട്ടും മനസാക്ഷിയെ, സമൂഹ മനസാക്ഷിയെ നടുക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ. അഡ്വക്കേറ്റ് സുരേശൻ, സുപ്രീം കോടതിയുടെ നിർണായകമായ വിധിയുടെ ആധാരശില എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഗോവിന്ദച്ചാമിയാണ് സൗമ്യയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞത് എന്നതിന് എന്ത് തെളിവുണ്ട്? അങ്ങനെ സൗമ്യയെ പുറത്തേക്ക് എറിഞ്ഞതിൻ്റെ ഭാഗമായി ഉണ്ടായ മുറിവ് കാരണമാണോ സൗമ്യ കൊല ചെയ്യപ്പെട്ടത്? ഈ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ടല്ലോ. അങ്ങ് സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും ഈ കേസ് വാദിച്ചയാളാണല്ലോ. ഈ കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ ഇതേ ചോദ്യം അങ്ങാണ് അഭിമുഖീകരിച്ചിരുന്നെങ്കിൽ അങ്ങയുടെ മറുപടി എന്താകുമായിരുന്നു? തീർച്ചയായിട്ടും ഇത് കീഴ്ക്കോടതിയിലെ നമുക്ക് സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും ഇതേ ചോദ്യങ്ങൾ ഇതിന്റെ പ്രതിഭാഗം അഭിഭാഷകൻ ഉന്നയിച്ചിരുന്നതാണ്. അത് അന്ന് നമുക്ക് കൃത്യമായിട്ട് ഫോറൻസിക്കിന്റെ റിപ്പോർട്ടുകൾ ഈ കുട്ടിയെ സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിലേക്ക് ഗോവിന്ദച്ചാമി വരുന്നതിന് സാക്ഷികൾ, അവിടെ നിന്ന് കുട്ടി വീണതിന് സാക്ഷികൾ, അവിടെ നിന്ന് പ്രതി ആ ട്രെയിനിൽ നിന്ന് താഴേക്ക് ചാടി ഈ പെൺകുട്ടി കിടന്ന ഭാഗത്തേക്ക് നടന്നു പോയതിന്റെ സാക്ഷികൾ, അവിടെ നിന്ന് ബലാത്സംഗം കുറ്റം ചെയ്ത് ഈ പ്രതി വള്ളത്തോൾ കലാമണ്ഡലത്തിന്റെ മുന്നിലേക്ക് ഓടിക്കയറിയതിന്റെ സാക്ഷികൾ, പ്രതിയുടെ കയ്യിൽ നിന്നും പ്രതിയുടെ ശരീരത്തിൽ ഉണ്ടായ പെൺകുട്ടിയുടെ നഖപ്പാടുകൾ, പെൺകുട്ടിയുടെ ഇതെല്ലാം ശരിയാണ്. പക്ഷേ ട്രെയിനിൽ നിന്ന് എടുത്തെറിയുകയായിരുന്നു എന്ന് സ്ഥാപിക്കാനുള്ള മൂർത്തമായ വാദഗതി എന്താണ്? ആയതിന് നമുക്ക് ഫോറൻസിക് ഡോക്ടറെയും മറ്റും നമ്മൾ വിസ്തരിക്കേണ്ടായി. സാധാരണ ഒരു പാസഞ്ചർ ഒരു ട്രെയിനിൽ നിന്നും അറിയാതെ താഴെ വീഴുകയാണെങ്കിൽ മിക്കവാറും അത് ഏതാണ്ട് 99% ട്രാക്കിന് താഴേക്ക് തന്നെ പോയി ട്രെയിൻ കയറി മരിക്കുന്ന ഹിസ്റ്ററിയാണ് നമുക്ക് ഉള്ളത്. പിന്നെ ട്രെയിനിൽ നിന്നും ചാടുകയാണെങ്കിൽ ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചാടുന്ന പക്ഷം ട്രെയിനിന്റെ ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് ട്രാക്കിനോട് തൊട്ടു മാത്രമേ അങ്ങനെ ഒരു ചാടുന്ന വ്യക്തി ചാടാൻ കഴിയുള്ളൂ. മാത്രമല്ല അങ്ങനെ ചാടുമ്പോൾ രക്ഷപ്പെടുന്നതിനുള്ള ഒരു ചാട്ടമാണെങ്കിൽ കൈയും കാലും കുത്തിയിട്ട് ഒരു ഡിഫൻസ് വൂണ്ട് ആ കുട്ടിക്ക് ഉണ്ടാകും. ഇത് ആ കുട്ടിക്ക് കയ്യിലും കാലിലും യാതൊരു പരിക്കുമില്ല. നേരെ മറിച്ച് ഒരു 1.5 ട്രാക്ക് ദൂരത്തിൽ ആ കുട്ടി മുഖമടിച്ച് താഴെ വീഴുകയാണ് ഉണ്ടായത്. അങ്ങനെ മാക്സില ബോൺസ് അടക്കം അവിടുത്തെ പല്ല് മുഴുവൻ കൊഴിഞ്ഞ് പ്രൊഫ്യൂസ് ബ്ലീഡിംഗ് ഉണ്ടായി കമന്ന് കിടന്നിരുന്ന കുട്ടിയെ മലർത്തി കെടുത്തി ആ കുട്ടിയെ ബലാത്സംഗം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അതിലുണ്ടായ ആസ്പിരേഷൻ, ബ്ലഡ് ആസ്പിരേഷൻ നമ്മുടെ ലങ്സ് മുഴുവൻ ആസ്പിരേറ്റ് ചെയ്ത് ബ്ലഡ് മുഴുവൻ കളഞ്ഞ് അങ്ങനെയുള്ള സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ട്രെയിനിന്റെ അകം പരിശോധിച്ച ഫോറൻസിക് വിദഗ്ധർ പറഞ്ഞത് ഏതാണ്ട് ആ കുട്ടിയുടെ ഹൈറ്റിൽ ഉള്ള അത്രയ്ക്ക് തന്നെ ആ ട്രെയിനിന്റെ ഒരു ഭാഗത്ത് ഒരു മാർക്ക് കാണുന്നുണ്ട്. ആ പെൺകുട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ച സമയം ആ പെൺകുട്ടിയുടെ 2 കൈയിന്റെ കൈപ്പാദങ്ങളുടെ തൊട്ട് താഴെ ട്രെയിനിന്റെ ഡോറ് വെച്ച് അടച്ച് ആ കുട്ടി രക്ഷപ്പെടുന്നതിന് സാധ്യത ഇല്ലാതാക്കിയതിന്റെ പാട്, നീര് നമ്മുടെ കൈപ്പാദം, കൈയിന്റെ വിരലുകൾക്കും കൈപ്പത്തിയുടെ തൊട്ട് താഴെ കാണുന്നു. വളരെ നീര് വന്നിട്ടുണ്ട് ആ കുട്ടിക്ക്. ആ രക്ഷപ്പെടുന്നതിനുള്ള എല്ലാ സാഹചര്യവും അറിയുന്നുണ്ട്. മാത്രമല്ല ട്രെയിനിന്റെ ബോഡിയിൽ ഉള്ളിലെ അകത്ത് ഈ കുട്ടിയുടെ തല അടിച്ചതിന്റെ ചെറിയ പാടുണ്ട്. ഈ നമ്മുടെ ഫ്രണ്ടിലെ ആ കുട്ടിയെ ശക്തമായി ഇടി കിട്ടിയതിന്റെ എവിഡൻസ് അവിടെ നിന്നുണ്ട്. ആ കുട്ടിയുടെ ഹെഡിലുണ്ട്. അങ്ങനെ ആ കുട്ടി ആപേക്ഷികമായോ അതല്ലെങ്കിൽ ബോധം പോകുന്ന ഒരു സാഹചര്യം കുട്ടിയെ പുറത്തേക്ക് എറിയുന്നതിനല്ലാതെ അത്ര ദൂരത്തിൽ വീഴുന്നതിന് യാതൊരു സാഹചര്യവുമില്ല എന്ന് കൃത്യമായി നമുക്ക് ഫോറൻസിക് ശരി ദേവിയുടെ ടെലിഫോണിലെ തുടർന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അഡ്വക്കേറ്റ് സുരേശൻ. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നിയമമന്ത്രി പറയുകയുണ്ടായി ഈ സർക്കാരുമായി താങ്കൾ സഹകരിക്കുകയുണ്ടായിട്ടില്ല ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടെന്ന്. ആ കാര്യങ്ങളിൽ എനിക്ക് അങ്ങയുടെ മറുപടി വേണം. ദേവിയൊരു അല്പസമയം കൂടി ടെലിഫോൺ ലൈൻ തുടരണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അക്ഷമ കാട്ടരുത് എന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഡോക്ടർ ഷേർലി വാസു, ഇവിടെ താങ്കൾക്ക് കേൾക്കാമോ? ഡോക്ടർ ഷേർലി വാസു,
കേൾക്കാം. ആ, ഉം, ഇവിടെ സുപ്രീം കോടതിയിൽ വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങളൊന്നും നടന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി ഒന്നാമത് ഇത് അതിവേഗം തീർക്കുകയായിരുന്നു. അതിൻ്റെ ന്യായാന്യായങ്ങളിലേക്ക് നമുക്ക് പിന്നീട് എത്താം. പക്ഷേ അങ്ങയോടുള്ള ചോദ്യം, സുപ്രീം കോടതി ഇത് വേഗത്തിൽ തീർപ്പാക്കുന്നതിന് വേണ്ടി അവലംബിച്ച ഒരു മാർഗം നിങ്ങളുടെ വാദഗതികളെല്ലാം എഴുതി തരൂ എന്നായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു അഭിഭാഷകൻ അദ്ദേഹത്തിൻ്റെ ചുമതല നിർവഹിക്കാതിരുന്നിട്ടുണ്ടെങ്കിലോ വാദം സമർത്ഥമായി നടത്തുന്നതിൽ വൈഭവം കുറവ് കാട്ടിയിട്ടുണ്ടെങ്കിലോ ആ മാർജിൻ നമുക്ക് കൊടുക്കാം. പക്ഷേ മറുവശത്ത് കോടതി അതിൻ്റെ മൈൻഡ് അപ്ലൈ ചെയ്തത് പരമാവധി രേഖകൾ പരിശോധിക്കുന്നതിലും പരമാവധി എഴുതി തരൂ എന്ന് പറയുന്നതിലുമാണ്. അപ്പോൾ അഡ്വക്കേറ്റ് സുരേശൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം രേഖകളായി കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം കോടതി പരിശോധിച്ചിട്ടും ഈ ഫോറൻസിക് കണ്ടെത്തലിൻ്റെ ഒരു പിൻബലം എന്തുകൊണ്ടാണ് കോടതിക്ക് ബോധ്യപ്പെടാതെ പോയത്? അങ്ങനെ ഒരു ചോദ്യം